ഹലോ നമസ്കാരം. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സലാർ. ചിത്രം ഗംഭീരമാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും ഒരു പ്രധാന വേഷത്തിലാണ് എത്തുന്നത്. ചിത്രം തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകളായിരിക്കും ഡിസംബർ 22-ന് തിയേറ്ററിൽ റിലീസിനെത്തുക. പത്താനം ജവാന് ശേഷം രാജ്കുമാർ ഹിറാനിയുടെ സംവിധാനത്തിൽ ഷാറൂഖ് ഖാൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡങ്കി. റെഡ് ചില്ലീസിന്റെ ബാനറിൽ ഗൗരി ഖാൻ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ്. ചിത്രം ഒരു സോഷ്യൽ കോമഡി ഡ്രാമ ചിത്രം ആയിരിക്കും എന്നൊക്കെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ചിത്രം ഡിസംബർ 21-നായിരിക്കും തിയേറ്ററിൽ റിലീസിന് എത്തുക. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയത്തിന് ശേഷം ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ദളപതി 68. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന തമിഴിലെ സൂപ്പർ ഡയറക്ടർ വെങ്കട് പ്രഭുവാണ്. ദളപതി 68-ൽ വിജയ് ആ ഒരു 2000-2005 കാലഘട്ടത്തിലുള്ള ലുക്കിലായിരിക്കും ചിത്രത്തിൽ എത്തുക. ചിത്രം നെക്സ്റ്റ് ഇയറിനായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ്. പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ്. ജിത്തു ജോസഫ് സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് നേര്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. നല്ല രീതിയിലുള്ള ഹെവി അഭിപ്രായങ്ങളാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം പ്രേക്ഷകർ പറയുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ 21-നായിരിക്കും തിയേറ്ററിൽ റിലീസിനെത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.